ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി. അതിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതേപോലെ ഇടയ്ക്ക് പ്ലഗ് പോണ കംപ്ലയിൻറ്റ്, അങ്ങനെ 1-2 പ്രോബ്ലംസ്, ഓയിലൊക്കെ കുറഞ്ഞു പോവുക. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ നമുക്ക് അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഞ്ചിൻ അഴിച്ചതിന് ശേഷം വണ്ടി ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരേ. ഇത് എഞ്ചിൻ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടോ. അപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിലിണ്ടറിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്ന് ഉരുകി സിലിണ്ടറിൻ്റെ ഉള്ളിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സിലിണ്ടർ പിസ്റ്റണാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചാണ് എൻ്റെ ഒരു കാരണം. ഇവിടെ നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടർ ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സിലിണ്ടർ പിസ്റ്റൺ ആ സിലിണ്ടർ ഇങ്ങനെ കിറ്റായിട്ട് കിട്ടും. കിറ്റായിട്ട് മേടിച്ച് മാറ്റണമാണ് ബെറ്റർ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തിൽക്കൂടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഈ വാൽവ്, എക്സോസ്റ്റ് വാൽവൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഗൈഡിൻ്റെ ഒരു ചെറിയ പ്ലേ ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാതെ കയറ്റിയിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് കംപ്രഷൻ ലീക്കേജൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്കത് കയറ്റാനായിട്ട്. പിന്നെ വാൽവിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂലകാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഓയിൽ ചേഞ്ചൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ ചെയ്യാത്തതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുക. കാരണം ഞാൻ അതിൻ്റെ ക്യാം ഷാഫ്റ്റ് ഹോൾഡറാണ് ഈ കാണുന്നത്. അത്യാവശ്യം അതിൻ്റെ ഓയിലൊക്കെ കയറി ആ അഴുക്ക് പിടിച്ച രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ബെയറിങ്ങുകൾ കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ക്യാം ഷാഫ്റ്റിന് ഒരു അല്പം തേയ്മാനം ഉണ്ട്, പക്ഷേ അത് വലിയ പ്രശ്നമില്ല. നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾ മാത്രം മാറ്റി റീസെറ്റായി കിട്ടുക നിലവിൽ. പിന്നെയെന്ന് വെച്ചാൽ, ഈ ഓയിൽ തീർന്നു ഓടുമ്പോൾ വന്നേക്കണ മെയിനായിട്ടുള്ള വേറെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ, ഇതിനെ സംഭവിച്ചാണ് അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇത്രയും പ്ലേ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും പുകയുടെ പ്രശ്നം ശരിക്കും നമുക്ക് സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട് ഉള്ള വർക്കാണ്. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് റെഡിയാവും. പക്ഷേ ഓയിൽ തീർന്ന് ഓടിയേക്കണതുകൊണ്ട് തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ ഈ കണക്ടറോടും വേണം നമ്മൾ ഈ പിസ്റ്റൺ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും പ്ലേ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത ഒരു 50% ഉണ്ട്. പകുതിയാണ്, ഭാഗ്യപരീക്ഷണമാണ് നമുക്ക് ഇതിലേക്ക് സിലിണ്ടർ കയറ്റാന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ, നമുക്ക് ഈ ക്രാങ്കും കൂടി അഴിച്ചിട്ട് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കിട്ടും. അത് ക്രാങ്ക് റെഡി ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമുക്ക് അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്താൽ ഈ ഉള്ളിൽ വന്ന ഭാഗം ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വരാണ്ട് ചിലപ്പോൾ ഓടാം. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഐറ്റത്തിന് ഉള്ളിൽ എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാമില്ല. നമുക്ക് ഇതിൻ്റെ ഈ പ്ലേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഗുണകരമായിട്ട് തോന്നണില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഐറ്റത്തിൽ കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്തത്. കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ പിസ്റ്റണൊക്കെ കണക്ട് ചെയ്യുന്നത് ആ ഷാഫ്റ്റിന്മേയാണ്. അപ്പോൾ ആ ഷാഫ്റ്റിന് ഷെയ്ക്ക് വരും, സിലിണ്ടർ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഡാമേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പൈസ മുടക്കി ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ വെറുതെ ആവും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഐറ്റം ക്രാങ്ക് ഷാഫ്റ്റ് അഴിച്ച് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് കിട്ടും. അത് ലെയ്ത്തി കൊടുത്ത് റെഡിയാക്കിയാൽ മതി. അതേപോലെ തന്നെ ഹെഡിൻ്റെ ഈ വാൽവ് മേടിച്ചിട്ട് വാൽവും സീറ്റ് ചെയ്യാനായിട്ട് ലെയ്ത്തി കൊടുക്കുക, കൂട്ടത്തിക്കട ഗൈഡ് മാറ്റിക്കുക. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന 2 ബെയറിങ്ങൾ, ക്യാം ഷാഫ്റ്റേ പാടി മാറണമെന്നില്ല, ആ സൈഡിലെ 2 ബെയറിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം റെഡി ആയിക്കോളും. അപ്പോൾ ഓൾറെഡി നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇത്ര ഇതിനകത്ത് കിടന്ന് ഓടിക്കോളും എന്നുള്ളത് നമുക്കൊരു കൺഫേം, ഒരു 1 ഇയർ വാറണ്ടിയിൽ നമുക്കത് ചെയ്ത് തരാനും പറ്റും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓയിൽ സീൽ ലീക്ക് ഉണ്ട് സൈഡിൽ. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ എവിടെ അഴിച്ച് ചെയ്തേക്കണതാണ്. പറയാൻ കാരണം വെച്ചാൽ ഈ ക്ലച്ച് ഷൂ ഒക്കെ പുതിയതാണ് ഈ കിടക്കണേ. പക്ഷേ കമ്പനി ആയിട്ടല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒറിജിനൽ പാർട്സ് ഇടാത്തതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ക്ലച്ച് ഷൂ ഒക്കെ നോക്കുമ്പോൾ ഈ ഭാഗമൊന്നും പിടിക്കണില്ല, അതിൻ്റെ ഉള്ളിൽ ഇത് പിടിക്കണില്ല. അതേപോലെ എല്ലാ ക്ലച്ച് ഷൂവും ചില ഭാഗങ്ങൾ പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ജർക്കിങ് പ്രോബ്ലമൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഒരു കാരണം അതാണ്. അതിന് പുറമെ ഈ കാണുന്ന വീലുകൾ ഡാമേജ് വന്നിട്ട് മാറ്റിയിട്ടുണ്ട്.
അത് കമ്പനി ആയിട്ടല്ല, കുറഞ്ഞ ഐറ്റം ഇട്ടാണ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ ബെയറിങ് ഇപ്പോൾ തന്നെ കംപ്ലൈൻറ്റാണ്, ഓൾറെഡി ഇപ്പോൾ തന്നെ ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീല് നിർത്തിയിട്ട് കറക്കണ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ആ ഉരച്ചിൽ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് സംഭവിച്ചേക്കണ ഈ കംപ്ലൈൻറ്റിന് ഇത് ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടേക്കണതാണ്. ക്ലച്ച് ഷൂ അതേപോലെ ഈ പുള്ളി ഐറ്റംസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കിടക്കുന്നത്. എങ്കിൽ കൂടി അത് കിടന്ന് ഓടിക്കോളും. ആ ചെറിയ ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞിരുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കംപ്ലൈൻറ്റുകളൊക്കെ മാറിയില്ല. കാരണം സിലിണ്ടർ പിസ്റ്റണൊക്കെ അത്രയും പിടിച്ചതിനുള്ളിൽ കംപ്രഷൻ ലീക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നീടായാലും നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് കവർ അഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അഴിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ക്രാങ്ക് സെറ്റ് ചെയ്ത് സിലിണ്ടറും അതിൻ്റെ ഹെഡ് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അപ്പോൾ ഈ ക്ലച്ചിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്, ഇന്ന സംഭവങ്ങളാണ് ഇതുമ്പോൾ കിടക്കുന്നതുള്ളത് കൃത്യമായിട്ട് അറിയണം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എഞ്ചിനുമേ ഒരു വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കേസാണിത്. ഇത് നമ്മൾ ഒഴിവാക്കിയാണ്. ഇത് നമ്മുടെ അടുത്ത് ചെയ്തേക്കുന്ന വർക്കല്ല. അത് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ. കാരണം ഇത് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്ത കൂട്ടത്തിൽ ഇത് ചെയ്തു എന്നുള്ളൊരു ധാരണ വരരുത്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നതിൻ്റെ കേസ്. അത് പിന്നീട് കംപ്ലൈൻറ്റ് വന്നാൽ കൂടി നമുക്ക് ക്ലച്ച് കവറിൻ്റെ ഈ ഭാഗം അഴിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. എപ്പോഴും മേടിച്ചിടുന്ന സമയത്ത് ജെനുവിൻ പാർട്സ്, ഒറിജിനൽ പാർട്സ് മേടിച്ചിടാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൂടി വന്നാൽ നമുക്കൊരു 100 രൂപ 150 രൂപ വ്യത്യാസമാണ് മാക്സിമം ഈ ഇതുമേ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു 200-250 രൂപ കൂട്ടിക്കോ. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നമുക്ക് മാക്സിമം എൻഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടില്ല. തന്നെയല്ല ഇവിടെ നട്ടൊക്കെ വെട്ടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ബാക്കിയത്തെ ചെയ്യുന്ന ഭാഗങ്ങൾ ക്ലിയറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വർഷം ഗ്യാരണ്ടി നമുക്ക് ആ ഭാഗത്ത് നമുക്ക് പറയാം. നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട ഭാഗത്ത് 1 വർഷത്തെ ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലച്ച് ഒഴിവാക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ലേറ്റി പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ താമസം വരും. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ഓക്കെ.